സാർ ബില്ല്. ബില്ല് ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടെ ചോദിക്കാതെ കൊടുക്കുന്ന ഓരോ സാധനം ബില്ല. ഞാൻ ആരാണെന്ന് അറിയോ? എനിക്കറിയില്ല. പുറത്താരെങ്കിലും ചോദിച്ചു നോക്ക്. തൽക്കാലം സാറി ബില്ലൊന്നും. സാറിന് ബില്ല് കൊടുക്കണ്ട. ഇദ്ദേഹം ഈ വാർഡിലെ കൗൺസിലറാ, സെബാസ്റ്റ്യൻ കുഴുവേലി. അടുത്ത ടൈം മുനിസിപ്പൽ ചെയർമാൻ ആകും. ഓൻ പുതിയ ആളാ, നിങ്ങൾ ക്ഷമിക്ക്. എന്താ ബിരിയാണി! സാഹിബിന്റെ ബിരിയാണി എത്ര കഴിച്ചാലും മടുക്കില്ല. ഇവിടുത്തെ മട്ടൻ ബിരിയാണിയിലെ മട്ടൻ പോത്തിന്റെ ആണോ അതോ മൂരിയുടെ? ആനേന്റെ. എടോ കുഴുവേലി, 6 മാസത്തിന് താഴെ പ്രായമുള്ള ഇളം ആട്ടിൻകുട്ടിന്റെ ഇറച്ചിയാണ് നമ്മുടെ ബിരിയാണിന്റെ രഹസ്യം. പിന്നെ പടച്ചോന്റെ കൃപയും. എന്നും ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെക്കുമ്പോ എന്റെ നെഞ്ചിനകത്തൊരു പെടപെടപ്പാ. പിന്നെ കണ്ണടച്ച് പടച്ചോനെ വിളിക്കും, എന്റെ റബ്ബേന്ന്. ഒന്ന് പാളിയാ തീർന്നില്ലടോ കച്ചവടം. നിങ്ങൾ ആ ഹോട്ടലിൽ നോക്കി, എന്തോരം കച്ചവടം ഉണ്ടായിരുന്നതാ. ഒരശ്രദ്ധ, പഴകിയ ഭക്ഷണം, ഫുഡ് പോയിസൺ. ഒടുവിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്ന് സീല് വെച്ച് പൂട്ടിയില്ലേ? പഴയതൊന്നും മറക്കരുത് സാഹിബേ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ പൂട്ടിച്ചതെന്നറിയോ? അതിനൊരു പുതുപുത്തൻ മാരുതി കാറ് നമ്മളും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതും മറക്കണ്ടാന്ന്. അല്ല, എവിടെ നിങ്ങളുടെ ആ കാറ്? 1 കിലോമീറ്റർ അപ്പുറത്ത് മാറ്റിയിട്ടേക്കാ. അതിന് നിങ്ങളുടെ കടയിൽ പാർക്കിംഗ് ഇല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് പാർക്കിംഗ് സൗകര്യം മസ്റ്റാ സാഹിബേ. ആ തിരുമേനിയുടെ സ്ഥലത്ത് 10-30 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഇതുവരെ അത് വാങ്ങാത്തത് കഷ്ടമാണ് സാഹിബേ. തിരുമേനി തരേണ്ടെന്ന് 100 തവണ ചോദിച്ചതാ, അടുക്കണില്ല. പക്ഷെങ്കി തിരുമേനി നമുക്കിത് തന്നേ പറ്റൂ. നമ്മളൊന്നും കാണാണ്ടല്ല തിരുമേനിയുടെ മൂത്ത മോളുടെ കല്യാണത്തിന് 10 ലക്ഷം ഉറുപ്പിക കടം കൊടുത്ത് സഹായിച്ചത്. അത് ഈ സ്ഥലത്തിന്റെ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. തിരുമേനിയുടെ ഇളയ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്ത് കണ്ടിട്ട്? ഈ സ്ഥലം വിറ്റാലല്ലേ തിരുമേനിക്കുട്ടിയുടെ കല്യാണം നടക്കൂ. നീ പോയി തന്ത്രത്തിലൊന്ന് മുട്ടിനോക്കി കാര്യം നടത്തി തന്ന എന്റെ മാരുതിക്കാരന്റെ സ്ഥാനത്ത് ബെൻസ് കാർ വരും. എന്താണോ കുഴിമേലി ഈ വഴിക്കൊക്കെ? ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടല്ലേ, കൗൺസിലർ എന്ന നിലയിൽ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി. അന്വേഷിച്ചിട്ട് എന്തിനാ? ഇല്ലത്തെ കുട്ടിയുടെ വേളിക്ക് സർക്കാരിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തിക സഹായം ഏർപ്പാടാക്കിയിട്ടുണ്ടോ? തിരുമേനി മനസ്സ് വെച്ചാ സാമ്പത്തികം ഉണ്ടാക്കാനാണോ പാട്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. ഒരല്പം അശ്രദ്ധ വന്നപ്പോ എനിക്ക് എന്റെ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടി വന്നു. അത് നേരാ. എന്ത് കരുതി അന്യജാതിക്കാർക്ക് ഇറച്ചിയും മീനും വെക്കാനും വിൽക്കാനും നാം അത് കൊടുക്കില്ല. മത്സ്യമാംസാദികൾ ആ പരിസരത്ത് നാം അടുപ്പിക്കില്ല. തിരുമേനി ദിവസവും കുളിക്കുന്ന അമ്പലക്കുളത്തിൽ മീനുണ്ടോ? മീൻ പിടയ്ക്കുന്ന പുഴയിലും കുളത്തിലും കുളിക്കാം. വെളുത്ത നിറത്തിൽ വരുന്ന പശുവിന്റെ ചോര ഊറ്റിയെടുത്ത് പാലെന്ന പേരിൽ കുടിക്കാം. അതിലൊന്നും ഒരു ശുദ്ധമില്ല, വൃത്തിയില്ല. എന്താ തിരുമേനി? എടോ, ഈ അശ്ലീലത്തെ പിടിച്ച് പടിക്ക് പുറത്താക്കുന്നുണ്ടോ? വേണ്ട, ഞാൻ പൊക്കോളാം. അതിനു മുമ്പ് ഒന്ന് ഞാൻ പറയാം. ആ സുലൈമാൻ സാഹിബിനെ പിടക്കണ്ട. മൂത്ത മോളുടെ കല്യാണത്തിന് രൂപ 10 ലക്ഷം എണ്ണിത്തന്ന് സഹായിച്ചത് സാഹിബ. അന്ന് അന്യജാതിക്കാരന്റെ കാശിന് തീണ്ടലില്ലായിരുന്നു. അത് അദ്ദേഹം മടക്കി ചോദിക്കാത്തതേ തിരുമേനിയുടെ സ്ഥലം ലക്ഷ്യം വെച്ചിട്ട് തന്നെയാ. ഞാൻ പോകുന്നു. ഇളയ മോളുടെ കല്യാണം നടക്കുമെങ്കിൽ അന്ന് കാണാം. എന്നെ ക്ഷണിച്ചില്ലേലും. മനസ്സിലായോടോ നായരെ അവൻ പറഞ്ഞതിന്റെ ധ്വനി? എന്റെ മോടെ വേളി നടക്കില്ലാന്ന്. എന്റെ കയ്യിൽ പണയില്ലാന്ന് നാട് മുഴുവൻ പാട്ടല്ലേ. ഈശ്വരാ, എന്തൊക്കെ കാരണം. അല്ല തിരുമേനി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വിൽക്കാൻ പോകുന്ന സ്ഥലം ആര് വാങ്ങിയാ നമുക്കെന്താ? നല്ല വില കിട്ടിയാ പോരെ? അവിടെ ആ തിരുമുറ്റത്തിരിക്കുന്ന ഉണ്ണിഗണപതിയെ താനും മറന്നുവോ? ഓർമ്മ വെച്ച നാള് തൊട്ട് ആ ഉണ്ണിഗണപതിയെ ഉണർത്തുന്നതും ഉറക്കുന്നതും ഞാനാ. അടിച്ചു തളിച്ച് ഒരു തിരി കത്തിച്ചാ മതി, മനസ്സ് നിറഞ്ഞനുഗ്രഹിക്കും. അന്യജാതിക്കാർക്ക് എന്ത് ഗണപതി. വന്നേ. എന്താ കുട്ടിയെ? അച്ഛാ, ദേവമാഷിന്റെ ഇമെയിൽ വന്നു. എന്ത് വന്നു? മെയില്. എടോ, കത്തടപാടുകൾക്ക് പകരം ഇപ്പൊ ഇങ്ങനെയൊക്കെയാ വകുപ്പ്. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലടോ നായരെ, ഇവളുടെ കൂടെ കോളേജിൽ സീനിയർ ആയിട്ട് പഠിച്ച ഒരു കമ്മത്ത് മാഷെ പറ്റി. ഓ, കമ്മത്ത്. എന്തായിരുന്നു മോളെ മറുപടി? ഞാൻ നമ്മുടെ അവസ്ഥയെല്ലാം ഡീറ്റെയിൽ ചെയ്തിരുന്നു. വന്ന് നേരിൽ കാണാന്ന റിപ്ലൈ. എന്ത് വിഘ്നേശ്വര, നീ കാത്തു. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ഹോട്ടൽ ശൃംഖലയുള്ളവരാ ഈ കമ്മത്തും ഇയാളുടെ ഏട്ട കമ്മത്തും. പ്രൊപ്പറേറ്റേഴ്സ് കമ്മത്താൻ കമ്മത്ത്. അവര് നമ്മുടെ ഹോട്ടൽ ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ഗോവ ജന്മദേശമായ
വ്യാപാരി ബ്രാഹ്മണരായിരുന്നു കൊങ്കിണികൾ. 15-ാം നൂറ്റാണ്ടിൽ പോർട്ടുഗീസുകാർ ഗോവ പിടിച്ചടക്കിയതോടെ അവരുടെ അടിത്തറ ഇളകി. ദേവനാഗരിയിൽ എഴുതുന്നത് നിരോധിച്ചും റോമൻ ലിപി അടിച്ചേൽപ്പിച്ചും നിർബന്ധിത മതപരിവർത്തനം നടപ്പാക്കിയും പോർട്ടുഗീസുകാർ കൊങ്കിണിമാരുടെ സ്വസ്ഥ ജീവിതത്തെ ദുരിതപൂർണമാക്കി. ഈ സാഹചര്യത്തിൽ കൊങ്കിണികൾ ഗോവ വിട്ട് അന്യപ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. ഭൂരിഭാഗവും തെക്കൻ പ്രദേശങ്ങളായ മംഗലാപുരത്തും മലബാറിലുമാണ് എത്തിച്ചേർന്നത്. കോഴിക്കോട് സാമൂതിരി അഭയം നിഷേധിച്ച അവരെ അന്ന് കൊച്ചി രാജാവായിരുന്ന കേശവരാമവർമ്മ സ്വീകരിച്ചു. സ്വപ്രയത്നത്താൽ വാണിജ്യ, വ്യവസായ, വൈദ്യശാസ്ത്ര രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അവർക്ക് ക്ഷേത്രങ്ങളായി, പ്രമുഖ പദവികളായി, അംഗീകാരമായി. കൊങ്കിണി സംസാരിക്കുന്നതിൽ പ്രധാനമായും 5 വിഭാഗങ്ങളാണുള്ളത്. ഇതിൽ ആദ്യ വിഭാഗമായ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ കുടുംബവേരുകളിലൊന്നായ കമ്മത്തുമാരിൽ കൊങ്കിണി കലർന്ന മലയാളം പറയുന്ന ഒരു കമ്മത്ത് കുടുംബത്തിന്റെ കഥയാണ് ഇവിടെ വിഷയമാവുന്നത്. ഇനി നമ്മളുടെ ഭാര്യയ്ക്ക് ഒരു പട്ട് സാരി, നല്ല ചുവപ്പ് നിറമാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ നമ്മളുടെ മൂത്ത മകന് കോടി കളറിലെ ഒരു പട്ടുമുണ്ട ഷർട്ട്. ഇളയവന് മുട്ടറ്റം വരുന്ന നിക്കറ ഷർട്ട്. കമ്മത്തിന് ബോണസ് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. മുതലാളി പണം ആവശ്യത്തിന് കൊടുത്തു. ദീപാവലി അല്ലേ? आज दिवाळी दुखून पप्पांना उपचुक सगळं घेऊन येतो. अन्नू पप्पा की पडके पुतरी कानी ना सांगूगा. हाँ 24 को पडक बतून का कवे. अरे चोरू, कल्लन कल्लन कल्लन. തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചോണ്ട് ജീവൻ രക്ഷിക്കാനായി. ഒരുപാട് നന്ദിയുണ്ട്. നന്ദി പറയേണ്ടത് ദാ അവനോടാ. ഇയാളുടെ പേരെന്താണ്? ഗോപി. ഞാൻ കണ്ടതാ നിങ്ങളുടെ അച്ഛന്റെ ബാഗം തട്ടിപ്പറിച്ചോണ്ട് മുത്തു ഓടുന്നത്. പുട്ടുയിറച്ചി മേടിച്ചു തന്നാ ഞാൻ കാണിച്ചു തരാം അവനെ. നമ്മൾ കമ്മത്തിന്റെ മക്കളാണ്. അച്ഛന്റെ ആ ബാഗ് നമ്മൾക്ക് തിരിച്ചു തരണം. നമ്മൾ കമ്മത്മാർ അടിക്കാനും തല്ലാനും ജനിച്ചവരല്ലെന്നാണ് നമ്മളുടെ അച്ഛൻ നമ്മളെ പഠിപ്പിക്കാൻ കൊടുത്തത്. ഇനി അടിച്ചേ തീരുവെന്നാണെങ്കിൽ അറേ ഗോപി, രണ്ട് സ്ട്രോങ് ടീ തിന്നാൻ കൊടുക്കണം. നമ്മളുടെ ഗോപിക്ക് 2 കുറ്റി പുട്ടും 2 പോത്തിറച്ചിയും. കമ്മത്തില്ലേ ഇവിടെ? അതെ, പലചരക്കടയിൽ പറ്റ ഒരുപാടായി. കാശ് എനിക്ക് ഉടനെ തന്നേ പറ്റൂ. തരാം. നമ്മൾക്ക് കുറച്ച് സാവകാശം തരാൻ കൊടുക്കൂ. സാവകാശം തന്നാ താൻ എങ്ങനെ തരാനാ? കാലില്ലാത്ത താൻ എന്ത് പണിക്കാ പോകുക? എനിക്ക് എന്റെ പണം ഉടനെ കിട്ടണം. പണം ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ തിരിച്ചു തരാൻ കൊടുക്കും. നിങ്ങളോ? നമ്മളൊരു കച്ചവടം തുടങ്ങാൻ പോണു. കൊള്ളാവല്ലോ കുട്ടിക്കമ്മത്തുമാരുടെ ദോശ. കൊച്ചു മിടുക്കന്മാര്. എന്താ നിങ്ങളുടെ തട്ടുകടയുടെ പേര്? കമ്മത്ത് ആൻഡ് കമ്മത്ത്.